ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. കളകളുടെ ഉപമയുടെ വിശദീകരണമാണ് ഈ സുവിശേഷത്തിൽ വരിക. 2 കാര്യങ്ങൾ ഈ ഉപമ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രവും. രണ്ടാമത്തത്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസാന ന്യായവിധിയുടെ ചിത്രവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു പറയുന്ന 7 ദൈവരാജ്യത്തിൻ്റെ ഉപമകളിൽ ഒന്നാണ് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട ഗോതമ്പിൻ്റെയും കളകളുടെയും ഈ ഉപമ. നല്ല വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രനായ യേശുവാണ്. വയലെന്ന് പറയുന്നത് ഈ ലോകവും, ശത്രു, പിശാച് അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ. കൊയ്ത്ത് സമയം യുഗാന്ത്യം അല്ലെങ്കിൽ അന്ത്യവിധിയുടെ നാളുകൾ. കൊയ്ത്തുകാരാകട്ടെ ദൈവത്തിൻ്റെ മാലാഖമാരും. ഈ ഉപമ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു, ദൈവത്തിൻ്റെ വേലക്കാരെന്ന് പറയുക 2 തരത്തിലുള്ളവരാണ്. ആദ്യ വിഭാഗം നല്ല വിത്ത് പകർന്നു നൽകുന്നവർ, സുവിശേഷം പ്രഘോഷിക്കുന്നവർ അല്ലെങ്കിൽ സുവിശേഷം ജീവിക്കുന്നവർ. 2-ാം വിഭാഗം എന്നത് കൊയ്ത്തുകാരാണ്. അത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അഗ്നികുണ്ഡമെന്ന് സൂചിപ്പിക്കുന്നത് നരകം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള പൂർണ്ണമായ വേർപെടൽ. പൊതുവെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവരാജ്യമായി സൂചിപ്പിക്കപ്പെടുന്നത് സഭയാണ്. എന്നാൽ ഈ ഉപമയിൽ ഈ ലോകത്തിനു മേൽ പൂർണ്ണ അധികാരമുള്ള ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ ലോകം മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നൊരു ചിത്രം പകർന്നു നൽകുന്നു. അവിടെ ദൈവരാജ്യത്തിൻ്റെ മക്കൾക്ക്, നീതിമാന്മാർക്ക് പിതാവിൻ്റെ ഭവനത്തിൽ നിത്യമായ വാസവും, തിന്മയുടെ മക്കൾക്ക് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും സംഭവിക്കും. അവസാന വിധിയുടെ ദിനങ്ങൾ ആർക്കും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ്. ഒരു മിഡിൽ പാത്ത് അത് നമുക്കില്ല. ഒന്നുകിൽ നന്മയുടെ വിത്തായി ഈ ലോകത്തിൽ വളർന്ന് പന്തലിക്കുക, അല്ലെങ്കിൽ പല്ലുകടിയും വിലാപവും നിറഞ്ഞ അഗ്നികുണ്ഡത്തിലേക്കെറിയപ്പെടുന്ന തിന്മയുടെ വിത്തായി നാം മാറിപ്പോകും. ദൈവം ക്ഷമയോടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.